ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ല. അപ്പം ഞാൻ ഇന്ന് കോഴി മേങ്ങാൻ പോയിട്ടുണ്ടായിന്. അങ്ങനെ ഒരു കോഴി മേയ്ക്കൊണ്ട് വന്നു. പണ്ടെല്ലാം എന്തെല്ലാം അമ്മ കോഴിയെല്ലാം മേങ്ങുമ്പോൾക്ക് വരെല്ലാം നാടൻ കോഴിയെല്ലാം പോറ്റുന്നുണ്ടാകുന്നില്ലേ. അതെല്ലാം അതന്നെ ഇങ്ങനെ അരിയെല്ലാം ഇട്ടിട്ട് പയ്യെത്തിയിട്ട് ആരെങ്കിലും വിരുന്നാറെല്ലാം വന്നെങ്കിൽ പയ്യെത്തിയിട്ട് പിടിച്ചിട്ട് പള്ളിയിൽ കൊണ്ടുപോയിട്ട് അറുത്തിട്ട് എല്ലാം കൊടുന്നിട്ടെല്ലാം കറി വെക്കൽ. അതെല്ലാം ഒരു കാലം. പോലെ കോഴിക്കറിയിൽ വെച്ചെങ്കിൽ എന്ത് ടേസ്റ്റ് ഉണ്ടാകുന്നില്ല. പിന്നെ എത്ര വട്ടം ഞങ്ങൾ പള്ളിക്ക് പോയിട്ട് കോഴി വിൽക്കൊണ്ട് വന്നിനാന്തോ, കോഴി അറുത്തിട്ട് കൊടുന്നിനാന്തോ. അങ്ങനെ ഞമ്മ ഇതെല്ലാം കോഴിയെല്ലാം കൊടുന്നിട്ട് കൈറ്റെല്ലാം കറി വെക്കാൻ പോന്നിരുന്നത്. നല്ലൊരു സുക്ക പോലത്തെ കറി. അങ്ങനെ ചിക്കന് വാഷെല്ലാം ആക്കിയിട്ടായിട്ട് അതിലേക്ക് കുറച്ച് മുളകും പിന്നെ മസാലയും പിന്നെ എല്ലാം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ടിട്ടായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാം. ചിക്കന് നല്ലോണം ഫ്രൈ വേണ്ട, കുറച്ച് നല്ലോണം വെന്തിട്ട് ഒടിയണമെന്നൊന്നുമില്ല, കുറച്ച് കാഞ്ഞങ്ങ മതി. എന്നിട്ടായിട്ട് ആ ചിക്കനിലേക്ക് നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം മുറിച്ചിട്ടുണ്ടാകുന്നില്ല. അങ്ങനെ ഉള്ളിയും തക്കാളിയും പിന്നെ ഒരു 3 തക്കാളിയും പിന്നെ 2 ഉള്ളിയും എടുത്തിന്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും അതെല്ലാം ഇട്ടിട്ട് ഒന്ന് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇടാം. ചെറുങ്ങനെ മുറിച്ചിട്ടായിട്ട് ഈ ഫ്രൈ ആയിട്ട് വന്ന ചിക്കനില്ല ആ ചിക്കനിലേക്ക് ഇടാം. ചിക്കനിലേക്ക് ഇട്ടിട്ടായിട്ട് പിന്നെയും ഒന്നുകൂടെ നമ്മൾ അതിനെ ഫ്രൈ ആക്കാം. ഈ ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടേ പിന്നെ ഒന്നുകൂടെ ഇതേ ചിക്കൻ വെന്ത എണ്ണയില്ല അതിൽ തന്നെ നമ്മൾ ഒന്നുകൂടെ ഫ്രൈ ആക്കാം. എല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് മൂടിയിട്ട് എല്ലാം ഒന്നാകെ ഇടാം. തക്കാളിയും ഉള്ളിയും മല്ലിച്ചപ്പും എല്ലാം ഒന്നാകെ ഇട്ടിട്ട് എല്ലാം ചെറിയ തീയിൽ കുറച്ച് നേരം നല്ല പോങ്ങൽ വേകണം. അപ്പോൾ ചിക്കന് കുറച്ച് വെന്തിട്ടുണ്ട് ഓൾറെഡി. ഇതിടന്ന് ഈ തക്കാളിയും ഉള്ളിയും എല്ലാം വേകണം. ചെറിയ തീയിൽ വെച്ചെങ്കിൽ മതി. പിന്നെ അങ്ങനെ നല്ലോണം മിക്സാക്കാം. മിക്സാക്കിയിട്ടായിട്ട് അതിലേക്ക് അത് വേകുന്നുണ്ട്. അപ്പോൾക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയില്ല അത് വറുത്തിട്ട് ഇതിലേക്ക് ഇടാം. ഈ ചിക്കൻ വെന്തതാ നല്ലപോലെ വെന്തി വന്നിട്ടുണ്ട് ചിക്കന്. ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച ഈ ചിക്കൻ്റെ പൊടിയില്ല അത് ഇതിലേക്ക് ഇടാം. ഇട്ടിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടായിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുറച്ചുകൂടെ ഇടാം. അതായത് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ ഒന്നുകൂടെ വേവിക്കുക. ചെറിയ തീയിൽ തന്നെ വേവിക്കുക. കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ള നല്ല കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചിക്കൻ കറി വെക്കാതെയുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം. അങ്ങനെ കറി റെഡിയായി. അങ്ങനെ പിന്നെ നെയ്ച്ചോറ് വെക്കാമെന്ന് വിരിച്ച് അങ്ങനെ ഒരു 2 ഗ്ലാസ് അരി എടുത്തിന്. ഇത് ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി. ഞാനും പിള്ളേർ മാത്രമല്ല അങ്ങനെ അത്ര വെച്ചത്. അങ്ങനെ അരിയെല്ലാം കയറ്റായിട്ട് പിന്നെ വെള്ളം 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം അല്ലേ. നെയ്ച്ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അങ്ങനെ അത് ഇട്ട് എന്നിട്ട് കുറച്ച് കറിച്ചപ്പും മല്ലിച്ചപ്പും പിന്നെ മസാലയും ഉപ്പും പിന്നെ നെയ്യും എല്ലാം ഒഴിച്ചിട്ടായിട്ട് നമ്മൾ അത് വേകാൻ വെച്ച്. അപ്പോൾ അത് നമ്മളെ ചിക്കനും റെഡി ആയിട്ട് വന്നേ. നല്ല സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ നല്ല അപ്പത്തിനായെങ്കിലും ചോറിനായെങ്കിലും നല്ല ബെസ്റ്റ് കറി. ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കുക. എന്നിട്ട് പിന്നെ സ്കൂളിൽ നിന്നെല്ലാം വന്ന് അങ്ങനെ ചോറ് വയ്ക്കാൻ വിചാരിച്ച്. അങ്ങനെ ചോറും റെഡിയായി. അപ്പോൾക്ക് അങ്ങനെ എല്ലാം തിളക്കുന്നുണ്ട്. ചോറും കറിയെല്ലാം പൊള്ളുന്നുണ്ട്. അങ്ങനെ ചോറും പിന്നെ കറിയും വിളമ്പിയിട്ട് പിള്ളേർക്കെല്ലാം കൊടുത്ത് ഞാനെല്ലാം വേവിച്ച്. അങ്ങനെ എല്ലാവരും വേവിച്ചിട്ടായിട്ട് പിന്നെ കുറേ പിള്ളേർ എഴുതാനും വായിക്കാനും പഠിക്കാനെല്ലാം ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞ് ചോറെല്ലാം വെച്ചായിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടാകുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് രാത്രിയാകുമ്പോൾ ഒരു അങ്ങനെ ആകുമ്പോൾ ഇതാ പിള്ളേർ ഇവിടെ കളി തുടങ്ങി. പിള്ളേർക്ക് കളിക്കണം. പിള്ളേരെ കളിക്കുന്നുണ്ട്.